കാട്ടാക്കട MLA IB സതീശും വിളപ്പിൽ രാധാകൃഷ്ണനും CPIയുടെ പവർ ഗ്രൂപ്പും ചേർന്ന് ഗൂഢാലോചന നടത്തി കണ്ടല സഹകരണ ബാങ്കിനെ തകർത്തെന്ന് കണ്ടല സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് N ഭാസുരാംഗൻ പറഞ്ഞു. IB സതീശന് തന്നോടുണ്ടായിരുന്ന മുൻവൈരാഗ്യം കൊണ്ട് തന്നെ തകർക്കാൻ നടത്തിയ ശ്രമം ബാങ്കിനെയും ബാധിച്ചു. നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ ബാങ്കിന് ഇപ്പോഴും ആസ്തിയുണ്ട്. എങ്കിലും സർക്കാർ അനുവദിക്കുന്നില്ല. തന്നെ വിശ്വസിച്ച് നിക്ഷേപകരുടെ പണം തിരികെ നൽകേണ്ടത് എന്റെയും ബാധ്യതയാണ്. ബാങ്കിനെ തകർക്കുന്നതിന് CPIയും കൂട്ടുനിന്നെന്ന് CPIയുടെ മുൻ ജില്ലാ നേതാവ് കൂടിയായ ഭാസുരാംഗൻ പറഞ്ഞു. മലയൻകീഴിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് ഈ വിശദീകരണം. ഗൂഢാലോചന ഒരു സംഘമാണ്. ഗൂഢാലോചനയുടെ തലവൻ നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ്. അതിനകത്ത് CPIയുടെ നേതാവ് വിളപ്പിൽ രാധാകൃഷ്ണനുണ്ട്, പിന്നെ BJPയുടെ പ്രാദേശിക നേതാവ് ബാലകൃഷ്ണനുണ്ട്, വേറെയും പലരുമുണ്ട്. അല്ല എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് തുടങ്ങിയത്. പക്ഷെ അത് ചെന്നെത്തിയത്, അത് നടക്കാതെ വന്നപ്പോൾ അത് ബാങ്കിൻ്റെ ഒരു ഇതാകുമ്പോൾ വലിയൊരു കൂട്ടം കിട്ടുമല്ലോ. പ്രധാനമായിട്ടും നിക്ഷേപകരെ പിടിച്ചാൽ അവർ എളുപ്പമല്ലേ, ജോലി എളുപ്പമാണല്ലോ. കല്ലെടുത്ത് പിന്നെ സമരം കല്ല് വെളിയിൽ നിന്ന് എടുത്ത് എറിഞ്ഞു കൊടുത്താൽ മതിയല്ലോ അടി നടക്കാൻ. അതേപോലെ അതിൻ്റെ സൂത്രധാരകൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് പ്രധാനമായിട്ട് ഇവർ രണ്ടുപേരാണ്. IB സതീഷും അതിന് ഉപയോഗിച്ചത് പിന്നെ BJPയുടെ ബാലകൃഷ്ണനും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അത് പല ഘട്ടത്തിലും അവർക്ക് വ്യക്തിക്കെതിരെയാണ് തുടങ്ങിയത്. അവർ പിന്നെ വ്യക്തിയെ വീഴ്ത്താൻ വേണ്ടി, ഞാൻ പറഞ്ഞ ഡൽഹിയെ പിടിക്കാൻ വേണ്ടി ഇല്ലത്തിൽ കയറി കത്തിച്ചു. പിന്നെ ഇപ്പോൾ ആരെയും കയ്യിൽ നിൽക്കുന്നില്ല. അത് എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞും കൂടാ. ഇത് നൂത്തെടുക്കാൻ വലിയ കാര്യമില്ല, പക്ഷെ അവർ അതിൻ്റെ പണി പഠിക്കണം.